അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. ബീഫ് കൊണ്ട് ചില്ലി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഈ ഇറച്ചി ഉണ്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കും. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണം. ഇത് നമുക്ക് വെന്തെടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ ആണിത് നമ്മൾ വറുത്തെടുക്കലേ. ഈ ഇറച്ചി വെന്തിക്കണിട്ടാ ഇത് നമുക്ക് ഈ കഷ്ണം ഒന്ന് കോരിയിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഒഴിവാക്കാം. ബീഫ് നമ്മൾ വേവിച്ചെടുത്തതാണിത് കേട്ടാ. ഈ ആരർച്ചി ഉണ്ടല്ലോ നമ്മൾ 15ക്ക് കിട്ടിയതാണ്. ഒരു 15 കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് ആരർച്ചിയാണ് ഈ കാരം. അപ്പോൾ ഈ ആരർച്ചി പൊതുവേ ചിലവർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഈ കാരം. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചില്ലിയാക്കി ഉണ്ടാക്കിയാൽ കുട്ടികൾ പെട്ടെന്ന് തിന്നും. ഇതൊന്ന് നമുക്ക് ചെറുതാക്കി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്യാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി ഇതിന് നമ്മൾ കായ ഉണ്ടാക്കട്ടാ. ഇത് കാശ്മീരിയും നമ്മളെ മുളകും കൂടി പൊടിച്ചതാണ് കേട്ടോ. അത്യാവശ്യം പാകത്തിനുള്ള ഈരുള്ളി ഞാൻ ഒരു 3 സ്പൂൺ എടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് വേവിച്ചതാണ് ഇറച്ചി. കുറച്ച് അരിപ്പൊടി. ഇവിടെ കുട്ടികൾക്കൊന്നും ഈ കോൺഫ്ലവർ ഇടുന്നത് അവർക്ക് ഇഷ്ടമല്ല, വയറിനൊക്കെ കേടാണെന്ന് പറയും. നമ്മളെ മക്കൾക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കണതല്ലേ. കുറച്ച് കുരുമുളക് പൊടി നമ്മൾ പൊടിച്ചതാണിത്. ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂണിലത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഒരു 10-20 മിനിറ്റ്. നമ്മളൊരു വൈഫാൻ കൊണ്ടുള്ള ഒരു വൈഫാൻ വെച്ചിട്ട് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ലേശം പെരിഞ്ചീരകം, കറുവാപ്പട്ട, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണേ. കുറച്ച് വേപ്പിൻ്റെ ഇല. ഇത് നമ്മളെ വീട്ടിലുള്ള വേപ്പിൻ്റെ ഇല നിന്നാണ്, മായം ചേർക്കാത്ത വേപ്പിൻ്റെ ഇല. പിന്നെ നമ്മൾ കളറൊന്നും കൂട്ടണില്ല. എന്തിനാണ് നമ്മൾ കളറൊക്കെ കൂട്ടിയിട്ട് നമ്മളെ മക്കളെ വയറ് കേടാക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് ഈ കാരം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ കശുവണ്ടി എന്ത് നിങ്ങൾ പറയുക കഷ്ണാക്കിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കട്ട. ഇത് നന്നായിട്ട് മൂത്തിക്കണ്. 20 മിനിറ്റ് കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം തന്നെ നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട്. ഇത് ഒരു കലർപ്പില്ലാത്തതല്ല, നമ്മളെ വീട്ടിലുണ്ടല്ലോ ബീഫ് കിട്ടിയാൽ ഇതേപോലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഇഷ്ടമാണ് ഈ കാരം. ഈ ആരർച്ചിയോട് ഉണ്ടല്ലോ, ആരർച്ചി നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ ഉണ്ടാക്കിയാൽ ഇതൊന്ന് കുറച്ച് നേരം ഉണ്ടല്ലോ നമുക്കൊന്ന് മൂടിയിട്ടിട്ട് നീരെ തീയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കളറ് കണ്ടില്ല, കുറച്ച് കാശ്മീരി കൂട്ടി പൊടിച്ച പൊടിയായ കാരണമാണ്. വീട്ടിൽ നിങ്ങൾക്കും ഇതേപോലെ മുളകിൻ്റെ കൂടെ ഒരു 1/2 കിലോനോ 250 കാശ്മീരി മുളക് കൊടുത്തിട്ട് കൂട്ടി പൊടിക്കുക. അപ്പം നമുക്ക് നല്ലൊരു കളറാണ് ഇക്കാറ്. പിന്നെ ഇതൊരു കളറൊന്നും നിങ്ങൾ കൂട്ടരുത്. ഒക്കെ നമുക്കൊന്ന് ഒരു കുട്ടികൾക്കൊന്നും നമ്മൾക്കായാലും നല്ലതല്ല കേട്ടോ. പിന്നെ ഒരു ലേശം പിന്നെ എരിവൊക്കെ നിങ്ങളെ പാകത്തിനുണ്ടല്ലോ, കൂട്ടെ കുറയ്ക്കുക വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഒരു ലേശം മല്ലിയും കൂടി ഇട്ട് ഇപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇടുന്നിട്ട് തന്നെ പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഉണ്ടല്ലോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല മൂക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇട്ടാലൊരു ടേസ്റ്റാണ്. ഇല്ലാക്കിയിട്ട് കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെറുക്കി തിന്നുമ്പോൾ മക്കൾക്കൊരു ഇഷ്ടമാണ് ഇരിക്കാറ്. അപ്പോൾ ഇവിടെ കുറച്ച് ഉണ്ടായിട്ട് ഞാൻ ഇട്ടതാണെന്ന് അറിയാം. നെയ്ച്ചോറുണ്ട്, ഇതിലേക്ക് നമുക്ക് ഉപയോഗിക്കുക. കറി പിന്നെ എപ്പോഴും നമ്മൾ കറി വെക്കുമ്പോൾ കുറച്ച് ഇറച്ചി ഇട്ടിട്ട് കറി വെച്ചാൽ മതി.
പിന്നെ നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ ദിവസം അല്ലാത്ത ദിവസമായാലും നമ്മൾക്ക് പിന്നെ ഇറച്ചി വാങ്ങാൻ പോയാൽ അവിടെ ബീഫ് വാങ്ങാൻ പോയാൽ ആരിറച്ചി സ്വന്തം എന്ന് പറഞ്ഞിട്ട് 1 കിലോ ഞാൻ അങ്ങനെ കൊണ്ടിരിക്കലുണ്ട്. അവർ വെട്ടി തരും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഈ ഇറച്ചി നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കുമ്പോഴുണ്ടല്ലോ, വേവ് കൂടരുത് കേട്ടോ. പിന്നെ പ്രായമായവർക്കൊക്കെ വെന്തിട്ട് നല്ല വേവണം എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് വേവിച്ചിട്ട് കൊടുക്കുക. ചിലവർക്ക് അങ്ങനെ ഇറച്ചി നന്നായിട്ട് വേവണ ഇഷ്ടമല്ല ഈ കാരം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക. ഇതിപ്പോൾ റെഡി ആയിക്കണം. അത്യാവശ്യം നന്നായിട്ട് മൂത്തിക്കണം. ഇത് നമുക്കിത് കോരിയെടുക്കാം. ഇതാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും നിങ്ങളെ കമൻ്റ് അറിയിക്കാനും ഒന്നും ഒരു മടിയും കാണിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. അസ്സലാമു അലൈക്കും.